ആദ്യം സിംഗം മണിയനിലേക്ക്. ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചത് സിംഗം മണിയൻ? ഞാൻ ഇന്നലെ രാത്രി ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ബിവറേജ് കോർപ്പറേഷന് മുന്നിൽ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് എന്ത് നീതിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയ്യോ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അവിടെ പാല് മേടിക്കാൻ പോയിട്ട് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ഏത് മലയാളിയാണ് പാല് വാങ്ങാൻ പോകുന്നത്? ഒന്നുകിൽ ഇദ്ദേഹം മദ്യപിച്ച മതോന്മത്തനായി ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് മിൽക്ക് ബൂത്താണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രസംഗം നടത്തിയ ഡോക്ടർ രജത് കുമാർ നമ്മളോടൊപ്പം ഉണ്ട്. താങ്കൾ തന്നെയാണല്ലോ ഈ പ്രസംഗം നടത്തിയത്? ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ തന്നെയാണ്. ആണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൂല്യബോധന യാത്ര വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഈ പറഞ്ഞ വാചകങ്ങളിലൂടെയൊക്കെയാണോ അവരത് പ്രാപ്തരാവേണ്ടത്? ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ മുഴുവൻ പ്രസംഗവും എന്റെ ക്ലാസും ഷോയും കാണാതെ ഇവിടെ ഒരു അരമണിക്കൂർ നേരം അതിനകത്ത് ഒരു സെന്റൻസിലെ ഒരു വാക്ക് മുറിച്ചെടുത്തിട്ട് ഇത് ഈ രീതിയിൽ മാറ്റി ഒടിക്കപ്പെടുമെന്ന് സ്വപ്നം പോലും കണ്ടില്ല. ഈ 5 വാചകത്തിൽ താങ്കൾ എന്താ ഈ 5 വാചകത്തിനും മുമ്പിലും പുറകിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഞാനൊരു ബയോളജി അധ്യാപകനാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ അല്പം വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുമാണ്. വെറുതെ വിദ്യാഭ്യാസ വകുപ്പ് എന്നെ ഏൽപ്പിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൂല്യബോധന സാങ്കത്യം ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ 5 വാചകത്തിൽ അല്ല, ആ 5 വാചകം അത് പൂർണ്ണ വാചകങ്ങൾ തന്നെയാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ വാചകങ്ങൾക്ക് മുമ്പിലുണ്ട്. എന്താണ്? ഒരു ഉദാഹരണത്തിന് 10 മിനിറ്റ് മതി ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ, ഞാനടക്കമുള്ള ഏതൊരു പുരുഷനും ഗർഭിണിയാക്കാൻ അവർക്ക് 10 മാസം വേണം അവർക്ക് അത് പേറിക്കൊണ്ട് നടക്കാൻ. അല്ല, ഞാൻ ചോദിച്ചത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം എന്താ? താങ്കൾ എന്താ അതിൽ ഉദ്ദേശിച്ചത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ പറയാൻ അനുവദിക്കൂ. എനിക്ക് അവസരം തരൂ. തിരിച്ചു വരാം. ഒരു സാധു പെൺകുട്ടിയായ എൽസമ്മ തന്റെ മാല ഊരി നാസറിന് നൽകിയിട്ട് പറഞ്ഞു, ഇക്ക ഈ മാല പണയം വെച്ച് ഇക്ക ദുബായിലേക്ക് പൊക്കോളൂ. ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സുകുമാരന് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലും വളരെ വ്യക്തമാണ്. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, കേരളം മൊബൈൽ ഫോണുകളിലെ അശ്ലീലമായ സീഡികളിൽ നമ്പർ. ടൈംസ് ഓഫ് ഇന്ത്യ പറയേണ്ട അത് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പുരുഷനോടൊപ്പം സ്ത്രീക്ക് കരുത്തില്ല, പുരുഷൻ ചാടുന്നത് സ്ത്രീ ചാടരുത്, പുരുഷന് 10 മിനിറ്റ് മതി, 10 മാസം ഇത്തരത്തിൽ. ഇനി നമുക്ക് മണിയിലേക്ക് തിരിച്ചു പോകാം. ലോക്കപ്പിൽ എന്താ സംഭവിച്ചത് മിസ്റ്റർ മണി? നിങ്ങൾ എന്താ നാസറിന് കുടിക്കാൻ കൊടുത്തത്? നിങ്ങൾക്കറിയാമോ, ഞാൻ അവന് പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട പാപത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു സിംഗം മണി. അതല്ല, ചൂടുവെള്ളം. ഞാൻ തിരിച്ചു വരാം. ചൂടുവെള്ളം തലയിലൊഴിച്ച് പീഡിപ്പിക്കുക എന്ന ക്രൂരമായ ശിക്ഷാവിധിയാണ് സിംഗം മണി നടപ്പിലാക്കിയത്. എത്ര നിന്ദ്യവും ക്രൂരവുമായ ഒരു ശിക്ഷാവിധിയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാവും. മിനിസ്റ്റർ വരുന്നു, അതുകൊണ്ട് തീരാ എന്റെ ഞങ്ങളുടെ പാക്കേജിൽ അരമണിക്കൂറുള്ളത് തീർന്നു. മന്ത്രിയും മുഖ്യമന്ത്രിയും നിയമസഭയിലെ ബഹളം കാരണം വരാൻ വൈകി. താങ്കൾ പ്രസംഗം നീട്ടിക്കൊണ്ടിരുന്നു. സംഘാടകർ എന്താണ് താങ്കളോട് ഒന്ന് പറഞ്ഞത്? അതൊന്നും എന്റെ കയ്യിലുള്ള സംഗതിയല്ല. ഞങ്ങളോടൊപ്പം ബിന്ദു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകൾക്കായി ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പറയൂ. ശരിക്കും ഈ പ്രമേഹം വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരാം. തന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരം SI മണി മുതലാക്കുകയായിരുന്നു. ശത്രുവോ? അനാവശ്യം പറയരുത്. ഈ പറയുന്ന നാസർ എന്റെ ഫ്രണ്ടാ. എന്തിന്? നാസറിന്റെ ഭാര്യ നസീമ വരെ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. അപ്പോഴെല്ലാം വ്യക്തമായിരിക്കുകയാണ്, നാസറിന്റെ ഭാര്യ നസീമയുമായി അവിഹിത ബന്ധമുള്ള SI മണി കള്ളക്കേസിൽ കുടുക്കി നാസറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു വാക്കെടുത്തിട്ട് അത് വിശുദ്ധ ഖുർആനിൽ കോട്ട് ചെയ്ത വാക്കാണ്. വീണ്ടും വീണ്ടും താങ്കൾ കുഞ്ഞു വാക്കെന്ന് പറയുന്നത് താങ്കൾ പൂർണ്ണമായി പറഞ്ഞ 26 മിനിറ്റ് പ്രസംഗം ഞാനെന്ന് കേട്ടിരുന്നു. എനിക്ക് മോന്റെ പേരറിയില്ല. ഒരു കാര്യം ഞങ്ങളുടെ ലേഖനത്തിൽ മുഴുവൻ സാക്ഷിയാണ്. ഇത് സംപ്രേഷണം ചെയ്തതിന് ശേഷം അതിനേക്കാൾ പല പെൺകുട്ടികളും പറയുന്നത് ആരാദ്യം പ്രതികരിക്കണമെന്ന് ഓർത്തു മാത്രം പലരും പ്രതികരിച്ചില്ല. ഒരു പെൺകുട്ടി മാത്രം പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ചാനലിൽ ഫുൾ കാര്യങ്ങൾ റെക്കോർഡാണ്. സുകുമാരന് ശക്തമായി പ്രതികരിക്കാനുണ്ടാവും. എന്താണ് സുകുമാരൻ? പറയൂ. തിരിച്ചു പൊക്കോ. മനസ്സിലുള്ള വേദന കാരണം അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല. വളരെ വ്യക്തമാണ്. നാസറിനെ അതിക്രൂരമായി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്റ്റേഷന്റെ പുറകിലുള്ള പുരയിടത്ത് ശവം മറവ് ചെയ്യുകയായിരുന്നു മിസ്റ്റർ മണി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഒരു പാവം തൊഴിലാളി. ആ ജീവൻ പൊലിഞ്ഞു പോയി. എന്റെ ജോലിയും പോയി. പോകണം. തെറ്റ് ചെയ്തതിന്റെ പശ്ചാത്താപമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ പറയൂ, ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളി ആര്? നീ തന്നെയാ. മണി സാറ്, അസുഖമായിട്ട് കിടക്കണ വാപ്പയെ കാണാൻ ഞാൻ നാട്ടിൽ
പോയതിനിടയ്ക്ക് ഇവൻ എന്റെ മരണം ആഘോഷിച്ചു. വാർത്തകൾ വളച്ചൊടിക്കുന്ന നിന്നെ പോലുള്ള കുതന്ത്രക്കാരാണ് സത്യസന്ധനായ ചാനൽ പ്രവർത്തകർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നത്.